എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അടുത്ത മാസം ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന വിവരം PSC അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്വപ്നതുല്യമായ പോസ്റ്റാണ് എന്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ എക്സാം പാറ്റേണിലും മാറ്റം വരുന്നുണ്ട് എന്ന് PSC അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കഴിഞ്ഞ LSJI സെക്രട്ടറിയുടെ അതേ എക്സാം പാറ്റേൺ ആണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. പ്രിലിംസ് എല്ലാത്തിനുണ്ട്, കോമൺ ആണ്. അത് കഴിഞ്ഞിട്ട് മെയിൻസ് എന്ന് പറയുന്ന 2 പേപ്പറാണ്. രാവിലെ ഉച്ചയ്ക്ക് ഓരോ പരീക്ഷ, 100 മാർക്ക് വീതം 2 പേപ്പറായിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് പേപ്പർ ആയിരിക്കും സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള പേപ്പറായിരിക്കും പേപ്പർ 2 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂ. അങ്ങനെ 3 ഘട്ടത്തിലാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനായി. കാരണം അത്രയും കോമ്പറ്റീഷനാണ്. 3 ലെവൽ എക്സാം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള എഫേർട്ട് നിങ്ങളെ ഭാഗത്ത് നിന്ന് ഇടണം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ നമ്മൾ തുടങ്ങണം. പിന്നെ ഈ കഴിഞ്ഞ കുറേ പരീക്ഷകൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പോർഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് കറണ്ട് അഫെയർ തന്നെയാണ്. ഒരു ആവറേജ് 10 to 15 മാർക്സിൻ്റെ ആ ഒരു വെയിറ്റേജ് ഈ കഴിഞ്ഞ എല്ലാ മെയിൻസ് പരീക്ഷകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് കറണ്ട് അഫെയർസിൻ്റെ പോർഷനിൽ. ഓക്കെ, അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും റാങ്ക് മേക്കിംഗ് ആവാൻ പോകുന്ന പോർഷൻസിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫെയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴേ കറണ്ട് അഫെയറുമായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. എന്നാലേ നമുക്കത് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ലാസ്റ്റ് മിനിറ്റിൽ നമ്മളെല്ലാം കൂടെ വെച്ച് വാരി വലിച്ച് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കറണ്ട് അഫെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിന് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് വളരെ സിമ്പിളായിട്ട് കറണ്ട് അഫെയർ എന്ന് പറയുന്ന പോർഷൻസ് നമുക്ക് കൈയടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫെയർ സെക്രട്ടേറിയറ്റ് അസിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫെയർസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 2024 നവംബർ മാസം, ഈ മാസം മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബറിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പതിയെ അങ്ങനെ കൂടെ പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട 2024 ബാക്കി വേണ്ട പോർഷൻസ് നമുക്ക് പിന്നീട് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കറണ്ട് അഫെയർസ് 2024 നവംബറിലാണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കിയേ, നാഷണൽ ലാർജ് സോളാർ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് പേര് കാണുന്ന പോലെ തന്നെ സോളാർ ടെലിസ്കോപ്പാണ്. അപ്പോൾ സോളാർ എന്ന് പറഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ട, അപ്പോൾ സൂര്യനുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടെലിസ്കോപ്പ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ ലഡാക്കിലാണ് ഇത് സ്ഥാപിക്കുന്നത്. 4200 മീറ്റർ ആൾട്ടിറ്റ്യൂഡാണ്, അത്രയും ഹൈറ്റിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലഡാക്കിലെ പാങ്ങോങ് സോ എന്ന് പറയുന്ന ലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജസ്റ്റ് ജോഗ്രഫി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. പാങ്ങോങ് സോ എന്ന് പറയുന്ന ലേക്ക് എവിടെയാണ്? ലഡാക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ തീരത്താണ് എന്ത് പറയുന്നത്, ഈ നാഷണൽ ലാർജ് സോളാർ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന സാധനം വരാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതാണ് സെൻസസ്. ഓക്കെ, അപ്പോൾ 2025 പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണാൻ പോകുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഇത് സെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. അതിനുശേഷം 2021 നടന്നിട്ടുണ്ടായിരുന്നില്ല, കോവിഡും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ 2025 ഇനി അടുത്ത സെൻസസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് എന്താണ്? ഡെമോഗ്രാഫിക് ചേഞ്ചസ്, അതേപോലെ എക്കണോമിക് കണ്ടീഷൻസ്, സോഷ്യോ പൊളിറ്റിക്കൽ ട്രെൻഡ്സ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. ഡെമോഗ്രാഫിക് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ, മനുഷ്യൻ്റെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിനാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, സോഷ്യോ പൊളിറ്റിക്കൽ ട്രെൻഡുകൾ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത് സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 അടുത്ത സെൻസസ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന 2025 സെൻസസിലെ പ്രധാനപ്പെട്ട 3 ഇനീഷ്യേറ്റീവ്സ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? കാസ്റ്റ് ഇനുമറേഷൻ, അതേപോലെ ഇലക്ട്രൽ ഡീലിമിറ്റേഷൻ, അതേപോലെ തന്നെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. അപ്പോൾ ഈ 3 കാര്യങ്ങളിലായിരിക്കും, ഈ 3 മേജർ ഇനീഷ്യേറ്റീവ്സ് ആയിരിക്കും ഈ പറയുന്ന അപ്കമിങ് ആയിട്ടുള്ള സെൻസസിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡീലിമിറ്റേഷൻ കുറിച്ചൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്താണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോരോ സെൻസസ് കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ എന്ത് സംഭവിക്കുക? നമ്മൾ ഡീലിമിറ്റേഷൻ നടത്താറുള്ളത്. കോൺസ്റ്റിറ്റ്യുവൻസീസൊക്കെ ഡീലിമിറ്റേഷൻ ചെയ്യുന്നതൊക്കെ സെൻസസ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി 2025 സെൻസസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത നമ്മുടെ ഈ ലോക്സഭ ഇലക്ഷനും അതേപോലെ തന്നെ നിയമസഭ ഇലക്ഷനും വേണ്ടി ഡീലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഈ സെൻസസ് 2025 ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമായിരിക്കും ഇനി തുടങ്ങാൻ പോകുന്നത്. അതേപോലെ കാസ്റ്റ് എന്യൂമറേഷൻ, ഇലക്ട്രൽ ഡീലിമിറ്റേഷൻ, അപ്പോൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് സെൻസസ് ഞാൻ പറഞ്ഞു 2011. അപ്പോൾ 1872
ഈ സെൻസസ് ആരംഭിക്കുന്നത്. അതിനുശേഷം 2011 വരെ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ 1872 തുടങ്ങിയിട്ട് ഈ 2011 വരെയുള്ള സെൻസസ് എന്ന് പറയുന്നത് 15ാമത്തെ നാഷണൽ സെൻസസ് ആണെന്ന് പറയാം നമുക്ക്. അതായത് 1872 സ്റ്റാർട്ട് ചെയ്ത് ലോർഡ് മായോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ലോർഡ് മായോൻ്റെ സമയത്താണ് 1872 സെൻസസ് നടക്കുന്നത്. അങ്ങനെ തുടങ്ങി 2011 വരെയുള്ള സെൻസസ് എന്ന് പറയുന്നത് 15ാമത്തെ സെൻസസ് ആണ്, നാഷണൽ സെൻസസ് ആണ്. ഇനി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രം വെച്ച് നോക്കുവാണെങ്കിൽ 2011 സെൻസസ് എന്ന് പറയുന്നത് 7ാമത്തെ സെൻസസ് ആണ്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ 2011 സെൻസസ് എന്ന് പറയുന്നത് 7ാമത്തെ സെൻസസ് ആണ്. ഓക്കെ, അപ്പോൾ നടക്കാൻ പോകുന്നത് ഇനി 8ാമത്തെ സെൻസസ് ആണ് എന്നൊന്നുകൂടെ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ, നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഏത് ആക്ട് പ്രകാരമാണ് സെൻസസ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1948 സെൻസസ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, 1948 സെൻസസ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്, സെൻസസ് നടക്കുന്നത്. അപ്പോൾ ഈ സെൻസസ് ആക്ടിന് വേണ്ടിയുള്ള, ഈ 1948 സെൻസസ് ആക്ടിന് വേണ്ടിയുള്ള ബില്ല് അത് സമർപ്പിച്ചിരുന്നത് അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന, ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഈ ബില്ല് അവതരിപ്പിച്ചത്. ആ ബിൽ അങ്ങനെയാണ് ഈ സെൻസസ് ആക്ട് വരുന്നതും. ഈ ആക്ട് 1948 ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്, സെൻസസ് എന്ന് പറയുന്നതിന് പറയുന്നതിന് നിയമസാധുത ലഭിക്കുന്നത് ഈ ആക്ടിലൂടെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ പോപ്പുലേഷൻ സെൻസസ് ആണ് നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ ഡെമോഗ്രഫിയാണ് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത് ഏത് ഷെഡ്യൂളിലാണെന്ന് നോക്കുക, ജസ്റ്റ് ആലോചിച്ച് വെക്കണം. കാരണം നമ്മൾ ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, അതുമായി സെൻട്രൽ സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളൊക്കെ വിഭജനം ചെയ്യുന്നത്, അത് ഡിവൈഡ് ചെയ്യുന്നത് ഏത് ഷെഡ്യൂളിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7th ഷെഡ്യൂളിലാണ് അല്ലേ, 7th ഷെഡ്യൂളിലാണ് എന്ത് സെൻറ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവരുടെ തമ്മിൽ അധികാരങ്ങളൊക്കെ വിഭജിച്ച് വെച്ചിട്ട് ആർക്കാണ് ഏത് അധികാരങ്ങൾ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ലിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആർട്ടിക്കിൾ 246 നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഈ പറയുന്ന 7th ഷെഡ്യൂൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 7th ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിലാണ് എന്ത് കാണപ്പെടുന്നത്, പോപ്പുലേഷൻ സെൻസസ് കാണപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റാണ്. പോപ്പുലേഷൻ സെൻസസ് ആരുടെ ഉത്തരവാദിത്തമാണ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് യൂണിയൻ ലിസ്റ്റിലാണ് ഇത് കാണുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് സെൻസസ് ഇന്ത്യയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു ഓഫീസാണ് ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ് ഈ സെൻസസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ഇവരാണ്. ഓക്കെ, അത് ഏത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് എന്നതുകൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് മൃത്യുഞ്ജയ് കുമാർ നാരായണാണ്. ഓക്കെ, മൃത്യുഞ്ജയ് കുമാർ നാരായൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പം നിലവിൽ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് മൃത്യുഞ്ജയ് കുമാർ നാരായൺ. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഓരോ യൂണിയൻ ടെറിട്ടറികളിലും ഈ പറയുന്ന സെൻസസിൻ്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ യൂണിയൻ ടെറിട്ടറിയിലും എന്തുണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഉണ്ട്. സെൻസസിൻ്റെ ഒരു ഡയറക്ടറേറ്റും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണെന്നും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ആക്ട് നമ്പർ 1948 സെൻസസ് ആക്ട് പ്രകാരം ഈ പറയുന്ന സെൻസസിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റകളും വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഭയങ്കര കോൺഫിഡൻഷ്യലായ ഡാറ്റകളായിരിക്കും, രഹസ്യ സ്വഭാവമുള്ള ഡാറ്റകളായിരിക്കും ഈ പറയുന്ന ആക്ട് പ്രകാരം നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് എടുത്തു പറയുന്നുണ്ട്, ഈ ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കോടതികൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി. കോടതികൾക്ക് പോലും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഈ സെൻസസിന് കീഴിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന, ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യാൻ കോടതികൾക്ക് പോലും സാധിക്കില്ല. അത്രയും രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും 2011 വന്ന SECC സെൻസസിനെ കുറിച്ചൊക്കെ അല്ലേ, കേട്ടിട്ടുണ്ടോ? സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് സെൻസസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ SECC സെൻസസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്നാണ് അറിയപ്പെടുന്നത്. സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ്
2011. ഓക്കെ, എന്തിനാണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിസിലാണ് പല ഗവൺമെൻറ് സ്കീമുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബെനിഫിഷ്യറീസിനെ ആർക്കൊക്കെയാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ സ്കീം കിട്ടേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് അത്ര കോൺഫിഡൻഷ്യൽ അല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് ഗവൺമെൻറ് വെബ്സൈറ്റുകൾ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട്, കാരണം ആ ഡാറ്റ രഹസ്യ സ്വഭാവമുള്ളവയല്ല, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ മിനിസ്ട്രീസും ഓരോ മന്ത്രാലയങ്ങളും ഏതൊക്കെയാണ് ബെനിഫിഷ്യറീസ് എന്ന് ഓരോ സ്കീമിൻ്റെ കീഴിൽ തിരഞ്ഞെടുക്കുന്നത്, ഓരോ യോജനകളുടെ കീഴിലൊക്കെ തിരഞ്ഞെടുക്കുന്ന ഈ പറയുന്ന ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിലെ ഡാറ്റാസ് രഹസ്യ സ്വഭാവമുള്ളവയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പകരം എന്താണ്, പോപ്പുലേഷൻ സെൻസസിലെ ഡാറ്റാസിന് മാത്രമാണ് ആ പറയുന്ന ഒരു രഹസ്യ സ്വഭാവമുള്ളതെന്ന് 1948 ആക്ടിൽ പറയുന്നുണ്ട്. സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പിന്നീട് നമ്മൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സുകളും നമ്മൾ ഇതൊക്കെ എന്താണെന്നൊക്കെ പഠിക്കും. അപ്പോൾ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഡാറ്റാസ് എന്തല്ല, രഹസ്യ സ്വഭാവമുള്ളവയല്ല എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഇതിൽ മറ്റൊരു കാര്യമാണ് എന്ത്, NPR നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അഥവാ NPR നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിറ്റിസൺഷിപ്പിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു NPR എന്ന് പറയുന്നത്, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഭരണഘടനയിൽ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് ചുരുക്കി ഒന്ന് പറയാം. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ റെസിഡൻസും, അപ്പോൾ ഇന്ത്യയിൽ താമസക്കാരായ എല്ലാ റെസിഡൻസിനെയും കുറിച്ചുള്ള ഒരു ഡാറ്റാബേസ് ആണ്, സമഗ്രമായ ഡാറ്റാബേസ് ആണ് NPR എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ റെസിഡൻസും പറയുമ്പോൾ ഇതിൽ സിറ്റിസൺസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നോൺ സിറ്റിസൺസ് ഉണ്ടായിരിക്കും അല്ലേ. സിറ്റിസൺസും ഉണ്ടായിരിക്കും, നോൺ സിറ്റിസൺസ് ഉണ്ടായിരിക്കും. ആരുണ്ടാവില്ല, NRIs ഉണ്ടാവില്ല. കാരണം എന്താണ്, NRIs എന്ന് പറയുന്നത് നിലവിൽ ഇവിടെ ഇന്ത്യയിലെ റെസിഡൻസ് അല്ല, അവർ പുറത്താണ്, നോൺ റെസിഡൻ്റ് ആണ്. അതുകൊണ്ട് NPR എന്ന് പറയുന്നത് സിറ്റിസൺസും ഉണ്ടായിരിക്കും, നോൺ സിറ്റിസൺസ് ഉണ്ടായിരിക്കും, പക്ഷെ ആരുണ്ടാവില്ല, NRIs ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന എല്ലാ റെസിഡൻ്റായ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ ഡാറ്റാബേസ് ആണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഡാറ്റാസ് 2011 കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് മുഴുവനായി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2025 സെൻസസിൽ അതൊരു പ്രധാനപ്പെട്ട 3 മേജർ ഇനീഷ്യേറ്റീവിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ NPRനെ കുറിച്ച് നിങ്ങൾ കേട്ടു. അതേപോലെ നിങ്ങൾ NRCനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ, NRC എന്ന് പറയുന്നത്. അപ്പോൾ ഈ NPR എന്ന് പറയുന്നതിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഈ പറയുന്ന ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്നാണ്. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എടുത്തു പറയുന്നുണ്ട്, സിറ്റിസൺസ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നത് ആരാണ്, ഇന്ത്യയിലെ സിറ്റിസൺസ് മാത്രമാണ്. അതിൽ NRIs എല്ലാവരും ഉൾപ്പെടുന്നത്. കാരണം NRI എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസ് ഉൾപ്പെടുന്നുണ്ട്, നോൺ സിറ്റിസൺസ് ആയ ആരും ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന പേരിൽ പറയുന്നത് പോലെ തന്നെ സിറ്റിസൺസിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു രജിസ്റ്ററാണ്, ഒരു ഡാറ്റാബേസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന NPR എന്ന് പറയുന്നത് ഈ പറയുന്ന NRC ഉണ്ടാക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന NRC എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആര്, ഈ NPR എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ NRC എന്ന് പറയുന്ന സാധനം എവിടെ നിന്നാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് 1955 1955 സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നത്. ഇത് പിന്നെ ഒരുപാട് തവണ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 2003 അമെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത ഒരു സെക്ഷനായിരുന്നു സെക്ഷൻ 14A എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 14A എന്ന് പറയുന്നത്, ഈ സെക്ഷൻ 14A NRC എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് കൊണ്ടുവന്നിട്ടുള്ളത് സെക്ഷൻ 14A പ്രകാരമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് സെൻസസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. അടുത്തത് 15th എഡിഷൻ ആണ് ഓഫ് ഇന്ത്യ US ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ US ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് ആണ്. ഇന്ത്യൻ ആർമിയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ആർമിയും അമേരിക്കയുടെ ആർമിയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ പേരാണ് വജ്രപ്രഹാർ. ഈ 15th എഡിഷൻ നടന്നിരുന്നത് 2024 നടന്നത് USA വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ വജ്രപ്രഹാർ എന്നുള്ള പേര് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇന്ത്യ US ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസ് ആണ് എന്ത്, വജ്രപ്രഹാർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, നമോ ഡ്രോൺ ദീദി സ്കീം എന്ന് പറയുന്നത്. നമോ ഡ്രോൺ ദീദി സ്കീം, പേരിൽ പറയുന്ന പോലെ ഡ്രോണുമായി ബന്ധപ്പെട്ടൊരു സ്കീമാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എംപവർ വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, വനിതാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സുകളെ എംപവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമോ ഡ്രോൺ ദീദി സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്.
അതേപോലെ NRLMന്റെ ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദീനദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അജീവിക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ദീനദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്പോൾ ഈ റൂറൽ ഭാഗങ്ങളിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ലൈവ്ലിഹുഡ് നൽകാൻ വേണ്ടിയിട്ടുള്ള ജീവിക്കാൻ വേണ്ട ഉപാധികൾ നൽകുന്നതിനുള്ള ഒരു മിഷനാണ്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് നമോ ഡ്രോൺ ദീദി സ്കീം എന്ന് പറയുന്നത്. ഇതിൽ ഉദ്ദേശിക്കുന്നതാണ് ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഡ്രോണിൻ്റെ ഡ്രോൺ എന്ത് ചെയ്യാൻ റെൻ്റലായിട്ട് നൽകിയിട്ട് അത് വേണ്ട സർവീസസ് നൽകിക്കൊണ്ട് അഗ്രികൾച്ചറൽ ടാസ്ക് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും ഈ ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലിക്വിഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡുകൾ, ലിക്വിഡ് ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളകൾക്ക് മറ്റേ പറയുന്ന ഇതിലൊക്കെ തളിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യമാണ്. ഓക്കെ, അതൊരു കാര്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിൽ അഗ്രികൾച്ചർ ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് ഈ ഡ്രോണ് റെൻ്റായിട്ട് നൽകിക്കൊണ്ട് കർഷകരെ, ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യലാണ് ഈ ഡ്രോൺ ദീദി സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്ന് തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ സ്പ്രേയിങ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ തളിച്ചുകൊണ്ട്, അതായത് സ്പ്രേ ചെയ്തുകൊണ്ട് ഈ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്പറേഷണൽ കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റും, ക്രോപ്പിൻ്റെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കൃഷിക്കാരെ സഹായിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ വനിതകളുടെ കൂട്ടായ്മയിലൂടെയാണ്, വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിലാണ്. അപ്പോൾ അവരെ എംപവർ ചെയ്യുകയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ വനിതകൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് കിട്ടുകയാണ്? റൂറൽ ഏരിയസിലെ വനിതകൾക്ക് ഒരു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് കൂടെ പ്രദാനം ചെയ്യുന്നതാണ് ഈ പറയുന്ന നമോ ഡ്രോൺ ദീദി സ്കീം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് NRLMന്റെ കീഴിൽ ഇത് വരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രീൻ സർട്ടിഫൈഡ് സൂ ഇൻ ഹിമാചൽ പ്രദേശിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രീൻ സർട്ടിഫൈഡ് സൂ എവിടെ വന്നിട്ടുണ്ട്? ഹിമാചൽ പ്രദേശിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക്. ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക് ഹിമാചൽ പ്രദേശിലാണ്. അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഫസ്റ്റ് ഗ്രീൻ സർട്ടിഫൈഡ് സൂ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് സൂ ഇൻ ഇന്ത്യ ടു ഗെയിൻ സർട്ടിഫിക്കേഷൻ ഫ്രം ദ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ. ഓക്കെ, അപ്പോൾ സംഭവം അത്രേ ഉള്ളൂ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ സർട്ടിഫിക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർക്ക് എന്ത് ചെയ്യാണ്? സസ്റ്റൈനബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലിയും അതേപോലെ തന്നെ സസ്റ്റൈനബിളുമായിട്ടുള്ള പ്രാക്ടീസസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അടുത്ത നോക്കിയാൽ, ഇന്ത്യ പ്രസൻറ്റഡ് its national biodiversity strategy and action plan at the UN conference on biodiversity in Cali, Colombia. Okay, അപ്പോൾ UN കോൺഫറൻസ് ഓൺ ബയോഡൈവേഴ്സിറ്റി ഇൻ കാലി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഫറൻസ് ഓൺ ബയോഡൈവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, CBD, കോൺഫറൻസ് ഓൺ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന 1992 റിയോ എർത്ത് സബ്മിറ്റിൻ്റെ കീഴിൽ വന്ന ഒരു സാധനമാണ് എന്ത് CBD എന്ന് കേട്ടിട്ടുണ്ടാവും. UNFCC അതേപോലെ തന്നെ UNCBD ഇതൊക്കെ പറയുന്നത് റിയോ എർത്ത് സബ്മിറ്റ്, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സബ്മിറ്റിൻ്റെ ഭാഗമായിട്ട് 1992 നടന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന സാധനങ്ങളാണ് UNFCC, UNCBD എന്നൊക്കെ പറയുന്നത്. അപ്പോൾ UNCBD എന്ന് പറയുന്നതാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺഫറൻസ് ആണ്. അപ്പോൾ UN കോൺഫറൻസ് ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ 16ാമത്തെ COP, ഇതിൻ്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ 16ാമത്തെ സെഷൻ നടന്നിരിക്കുന്നത് ഖാലിയിൽ, കൊളംബിയയിൽ. അപ്പോൾ ജസ്റ്റ് ഒരു കറണ്ട് അഫയർ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. 2024 COP 16 എവിടെ നടന്നെന്ന് വെച്ചാൽ ഏതിൻ്റെ COP 16 ആണ് എടുത്തു ചോദിക്കണം. UN കോൺഫറൻസ് ഓൺ ബയോഡൈവേഴ്സിറ്റി ആണെങ്കിൽ UNCBDയുടെ 16ാമത്തെയാണ് കേട്ടോ ചോദിക്കുന്നത്. അതെവിടെയാണ്? ഖാലി, കൊളംബിയയിലാണ് നടന്നിട്ടുള്ളത്. അതിലെന്ത് ഇന്ത്യ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്? ബയോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി, നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ, NBSAP. അപ്പോൾ ഇന്ത്യ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാന് അറ്റ് ദ UN കോൺഫറൻസ് ഓൺ ബയോഡൈവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ദിസ് സബ്മിഷൻ, അതായത് ഇന്ത്യ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഈ സംഭവം അലൈൻസ് വിത്ത് ദ കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കുമായിട്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കുമായി അലൈൻ ചെയ്തുകൊണ്ടിട്ടാണ് ഇന്ത്യയുടെ ഈ സംഭവം സബ്മിഷൻ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണത്? ജസ്റ്റ് ഈ പേരൊന്നും ആലോചിച്ച് വെച്ചാൽ മതി. KMGBF എന്ന് പറഞ്ഞ കുൻമിങ് മോൺട്രിയൽ
ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് COP16 എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതിൻ്റെ 15ാമത്തെ സെഷനിൽ നടന്ന സംഭവമായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 15ാമത്തെ സെഷനിലാണ് ഈ പറയുന്ന ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 2022 ഈ പറയുന്ന 15th COPയിലാണ് ഈ പറയുന്ന കുൺമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അഡോപ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാം. ഇത് എന്തിനായിട്ട് റിലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 ആകുമ്പോഴേക്കും ബയോഡൈവേഴ്സിറ്റിയിൽ വന്ന ലോസ്, ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ലോസ് ഡാമേജ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 2030 ആകുമ്പോഴേക്കും ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടായ ലോസ് അത് നമുക്ക് ഏകദേശം സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, ഒരു നിർത്തലാക്കുക. ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടായ നഷ്ടം നമുക്ക് നികത്താൻ കഴിയുന്ന രീതിയിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ പറയുന്ന കുൺമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ പേരുകളും ഈ പറയുന്ന കാര്യമൊന്നും ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത നോക്കിയേ. 2018 UPSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. മൊമെൻറ്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ നൗ ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതും? അപ്പോൾ മൊമെൻറ്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ നൗ എന്ന് പറയുന്നത് ഇത് UNFCCC സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് UNFCCC സെക്രട്ടേറിയറ്റ് ആണ്. 2015 UNFCCC സെക്രട്ടേറിയറ്റ് ഈ സംഭവം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2018 ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, മൊമെൻറ്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ നൗ എന്ന് പറയുന്നതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റിയോ എർത്ത് സമ്മിറ്റിലുണ്ടായ മറ്റൊരു സംഭവമാണ് UNFCCC എന്നൊക്കെ ഞാൻ പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് മറ്റേ എൻവയോൺമെൻറ്റൽ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഇനീഷ്യേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും അതേപോലെ തന്നെ ഓരോ കമ്പനികളും അതേപോലെ ഗവൺമെൻറ്റുകളും ഒക്കെ എന്ത് ചെയ്യണം, അവരുടേതായ രീതിയിൽ എന്ത് കുറയ്ക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുക എന്ന് പറയുന്നതാണ്. ഈ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയാൽ ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ്. ആദ്യത്തെ ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് എവിടെയാണ് നടക്കുന്നത് വെച്ചാൽ ന്യൂഡൽഹിയിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റാണ്, ന്യൂഡൽഹിയിലാണ് ഇത് നടന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കൾച്ചറും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനുമാണ്. ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷനും മിനിസ്ട്രി ഓഫ് കൾച്ചറും കൂടെയാണ് ഇത് ഓർഗനൈസ് ചെയ്തതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് നടന്നിട്ടുള്ളത്. അവിടെ നോക്കിയാൽ 10 വൈൽഡ് എലിഫൻറ്റ്സ് ഹാവ് ഡൈഡ് ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ബാന്ധവ്ഗഡ് ടൈഗർ റിസർവിൽ, അപ്പോൾ ബാന്ധവ്ഗഡ് ടൈഗർ റിസർവ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അവിടെ 10 ആനകൾ മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്തുമായി ബന്ധപ്പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡോ മില്ലറ്റ് എന്ന് പറയുന്ന പേരാണ് വന്നിട്ടുള്ളത്. കാരണം കോഡോ മില്ലറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് കോഡോ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു ധാന്യമാണ്. അപ്പോൾ ഈ ധാന്യം എന്ന് പറയുന്നത് വൈറ്റമിൻസിലും മിനറൽസിലും ഡയറ്ററി ഫൈബറൊക്കെ വളരെ റിച്ച് ആയതാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഫംഗസുമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ സംഭവിക്കുന്നത് മൂലം പല കണ്ടീഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്തിലേക്ക് നയിക്കുന്നത്? മൈക്കോടോക്സിനിൻ്റെ പ്രൊഡക്ഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കോഡോ മില്ലറ്റിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുമ്പോൾ മൈക്കോടോക്സിൻ പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഈ മൈക്കോടോക്സിൻസ്, ഈ കോഡോ മില്ലറ്റ് എന്നുള്ള മൈക്കോടോക്സിൻസ് കാരണമാണ് ഈ 10 ആനകൾ ചത്തത് അല്ലെങ്കിൽ മരിച്ചത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അവിടെ നോക്കിയാൽ സയൻറ്റിസ്റ്റ് ഹാവ് ഡിറ്റക്റ്റഡ് എ ലോസ്റ്റ് മായൻ സിറ്റി ഹിഡൻ ഫോർ സെഞ്ചുറീസ് ബൈ ദ ഡെൻസ് മെക്സിക്കൻ ജംഗിൾ. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം ഈ ലിഡാർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നതാണ്. ലിഡാർ എന്ന് പറയുന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ആണ്. ഓക്കെ, അപ്പോൾ റിമോട്ട് സെൻസിങ് ടെക്നോളജി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലിഡാർ എന്ന് പറയുന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അപ്പോൾ ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്നത് ഒരു റിമോട്ട് സെൻസിങ് ടെക്നോളജിയാണ്. ഇതിലെന്താണ് ഉപയോഗിക്കുന്നത്? പൾസ്ഡ് ലേസർ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെഷർ ഡിസ്റ്റൻസസ് ആൻഡ് ക്രിയേറ്റ് 3D മോഡൽസ് ഓഫ് എർത്ത് സർഫസ്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലം സർഫസിൻ്റെ 3D മോഡൽ, അതേപോലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൾസ്ഡ് ലേസർ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിമോട്ട് സെൻസിങ് ടെക്നോളജിയാണ് ലിഡാർ എന്ന് പറയുന്നത്. അങ്ങനെ അവരെന്ത് കണ്ടെത്തി? സയൻറ്റിസ്റ്റ് എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു? ലോസ്റ്റ് മായൻ സിറ്റി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ഹിഡൻ ഫോർ സെഞ്ചുറീസ്. ഓക്കെ, അപ്പം മെക്സിക്കൻ ജംഗിളിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ലേസർ ഉണ്ട്, സ്കാനർ ഉണ്ട്, GPS റിസീവർ ഉണ്ട്. യൂഷ്വലി മൗണ്ട് ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫോർ ടെറൈൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് എയർക്രാഫ്റ്റിന് മേലെ മൗണ്ട് ചെയ്തിട്ടാണ് സാധാരണ ഇത് ഉണ്ടാകുന്നത്. പൾസ്ഡ് ലേസർ ലൈറ്റ്സ് ട്രാവൽ ടു ദ ഗ്രൗണ്ട് റിഫ്ലക്റ്റിംഗ് ഓഫ് വേരിയസ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ അത്തരം
പൾസ്ഡ് ലേസർ ലൈറ്റ് ഗ്രൗണ്ടിലൂടെ ട്രാവൽ ചെയ്തിട്ട് പിന്നെ അത് റിഫ്ലക്ട് ചെയ്തിട്ട് ആ പറയുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ 3D മോഡലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ലിഡാർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അടുത്ത് നോർത്ത് കൊറിയ ഈ അടുത്തൊരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക്, അതായത് 2 കോണ്ടിനെൻസിന് ഇടയ്ക്ക് നമുക്ക് അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ളതിനാണ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് കൊറിയ അങ്ങനെ ഒരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഹ്വാങ്സോങ് 19 എന്ന് പറയുന്നത്. അവർ അവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സ്ട്രാറ്റജിക് മിസൈൽ ഇതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അടുത്ത നോക്കിയേ, ISRO ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് അനലോഗ് സ്പേസ് മിഷൻ. ISRO ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് സ്പേസ് മിഷൻ ആര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? ISRO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് അനലോഗ് സ്പേസ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർസ്, മൂൺ അതുപോലത്തെ സെലസ്റ്റിയൽ ബോഡീസിലുണ്ടാകുന്ന ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് നമ്മൾ നമ്മുടെ ഇവിടെ ഭൂമിയിലും ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ അനലോഗ് സ്പേസ് മിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിഷൻസ് എയിംസ് ടു സിമുലേറ്റ് കണ്ടീഷൻസ് സിമിലർ ടു ദോസ് ഓൺ മാർസിലും മൂണിലൊക്കെ ഉണ്ടാകുന്ന അതേ കണ്ടീഷൻസ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ മിമിക് ചെയ്യാണ് സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആസ്ട്രോനോട്ട്സ്, അപ്പോൾ ഈ ബഹിരാകാശത്തിലേക്കൊക്കെ പോകുന്ന സഞ്ചാരികൾ, ആസ്ട്രോനോട്ടുകൾ, അവരവിടെ എന്ത് ചെയ്യാണ്, അവിടെ അഭിമുഖീകരിക്കേണ്ട വരുന്ന ചാലഞ്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരിക്കും അവരവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവരവിടെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചാലഞ്ചുകളൊക്കെ, എക്സ്ട്രീം കണ്ടീഷൻസിൽ അവർ ഫേസ് ചെയ്യാനുള്ള ചാലഞ്ചുകളൊക്കെ നമ്മളിവിടെ ഒരു ഭൂമിയിൽ തന്നെ അതിൻ്റെ വേണ്ട ഒരു സാധനം റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രാക്ടീസ് കൊടുക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന അനലോഗ് സ്പേസ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഗഗൻയാൻ മിഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഗഗൻയാൻ മിഷനുമായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് നടത്താൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഗഗൻയാൻ പ്രോഗ്രാമിൻ്റെ ആസ്ട്രോനോട്ടുകളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഗഗൻയാൻ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫസ്റ്റ് അനലോഗ് സ്പേസ് മിഷൻ ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എവിടെയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ലേയിലാണ്, ലഡാക്കിലെ ലേയിലാണ് ഇത്. കാരണം അവിടുത്തെ ആ ഒരു എക്സ്ട്രീം കണ്ടീഷൻസ്, അവിടെ തണുപ്പായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ടെറൈൻ ആയിക്കോട്ടെ, അത്തരം ഒരു എക്സ്ട്രീം കണ്ടീഷനിലാണ് നമ്മൾ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ ഒരു അനലോഗ് സ്പേസ് മിഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അടുത്ത നോക്കിയേ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഹാസ് ലോഞ്ച്ഡ് ദ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചാലഞ്ച് ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ഇൻ ദി വേൾഡ് ചാലഞ്ച് ഇനീഷ്യേറ്റീവ് ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ICMR ആണ്. അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്താണ്. എന്താണ്, ഹെൽത്ത് സെക്ടറിൽ പുതിയ ഇന്നോവേഷൻസ്, ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷൻസിന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുദ്ദേശിക്കുന്നതാണ് ഇതാക്കുന്നത്. അപ്പോൾ വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇന്നോവേഷൻസ്, അതൊക്കെ ഹെൽത്ത് സെക്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ICMR കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഈ ICMR എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ഓക്കെ, കേന്ദ്ര ഈ പറയുന്ന ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ കൂടെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പം പിന്നെ ലാസ്റ്റ് ഒരു ബേർഡൻ ആയിട്ട് വരത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം ക്ലാസ് കേട്ട് നോട്ട് എഴുതി, നിങ്ങളുടേതായ രീതിയിൽ നോട്ടൊക്കെ എഴുതി നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.